ഇന്ന് ലോകപ്രസിദ്ധമായ ദുബായ് മിറാക്കിൾ ഗാർഡൻ സന്ദർശിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതിനു മുമ്പ് ദുബായ് ഡൗൺ ടൗണിലൂടെ ഒരു റോഡ് യാത്ര. ഈ പട്ടണത്തിന്റെ ഹൃദയഭാഗമാണ് ഡൗൺ ടൗൺ. ബുർജ് ഖലീഫ, ദുബായ് മാൾ, അഡ്രസ് ഹോട്ടൽ, വൺ സബീൽ, ഫ്യൂച്ചർ മ്യൂസിയം, ബുർജ് അൽ അറബ് എന്നിങ്ങനെ ലോകോത്തരങ്ങളായ പല കെട്ടിടങ്ങളും ഡൗൺ ടൗണിലാണ്. വാസ്തവത്തിൽ ലോകസഞ്ചാരികളെ ഇങ്ങോട്ട് ആകർഷിക്കുന്നത് തന്നെ ഇവയെല്ലാമാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ദുബായ് ടൂറിസത്തിന്റെ ഹബ്ബാണ് ഡൗൺ ടൗൺ. വൈവിധ്യമാർന്ന രൂപഘടനയാണ് ഓരോ കെട്ടിടങ്ങൾക്കും. എല്ലാം ഒന്നിനൊന്ന് വ്യത്യസ്തം. ഇവയെല്ലാം 50ഉം 60ഉം അതിൽ കൂടുതലും നിലകളുള്ള കെട്ടിടങ്ങളാണ്. മൾട്ടിനാഷണൽ കമ്പനികളുടെ കോർപ്പറേറ്റ് ഓഫീസുകളും മറ്റ് വ്യാപാര വാണിജ്യ സമുച്ചയങ്ങളും മാളുകളും സ്റ്റാർ ഹോട്ടലുകളും റെസിഡൻഷ്യൽ കോംപ്ലക്സുകളും എല്ലാം ചേർന്ന ഡൗൺ ടൗണിൻ്റെ സ്പന്ദനങ്ങളാണ് ദുബായ് എക്കണോമിയെ പോലും നിയന്ത്രിക്കുന്നത്. ലോകോത്തര നിലവാരത്തിലുള്ള റോഡുകളും മനോഹരമായി ലാൻഡ്സ്കേപ്പ് ചെയ്യപ്പെട്ട വശങ്ങളും ചേർന്നൊരുക്കുന്ന വിസ്മയങ്ങൾ ഒരിക്കൽ ഇതൊരു മണലാരണ്യമായിരുന്നെന്ന യാഥാർത്ഥ്യത്തെ പോലും മായ്ച്ചു കളയുന്നു. ഒരു ഭരണാധികാരിയുടെ ദീർഘവീക്ഷണവും വികസന കാഴ്ചപ്പാടും സൗന്ദര്യബോധവും സർവോപരി ലോകോത്തരമായതെല്ലാം തൻ്റെ രാജ്യത്തു വേണം എന്ന ദൃഢനിശ്ചയവുമാണ് വർഷങ്ങൾക്ക് മുമ്പ് ഉമ്മൽ താരിഫ് എന്നറിയപ്പെട്ടിരുന്ന ഈ മണലാരണ്യം സ്വർഗസമാനമായതിൻ്റെ പിന്നിലെ പ്രചോദനങ്ങൾ. ആ മഹാനായ ഭരണാധികാരിയുടെ പേരാണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം. ഈ വാഹനം ഒരു മൊബൈൽ സർവീസ് സ്റ്റേഷനാണ്. കഫു എന്ന മൊബൈൽ ആപ്പിലൂടെയാണ് ഇതിൻ്റെ സേവനം ലഭ്യമാക്കുന്നത്. ഫ്യുവൽ ഫില്ലിംഗ്, കാർ വാഷ്, ഓയിൽ ചേഞ്ച്, ടയർ റീപ്ലേസ്മെൻറ്റ്, ബാറ്ററി സർവീസ് തുടങ്ങി ഒട്ടേറെ സേവനങ്ങൾ ഈ വാഹനത്തിലൂടെ ലഭ്യമാണ്. ഇതാണ് ലോകപ്രശസ്തമായ ദുബായ് മിറാക്കിൾ ഗാർഡൻ. ടിക്കറ്റ് കൗണ്ടറിനടുത്തു തന്നെ പാർക്കിംഗ് ലഭിച്ചു. അതിവിശാലമാണ് പാർക്കിംഗ് ഗ്രൗണ്ട്. ഓൺലൈൻ ബുക്കിംഗ് സൗകര്യമുള്ളതുകൊണ്ട് കൗണ്ടറിൽ ഒട്ടും തിരക്കില്ല. 95 ദർഹംസാണ് ടിക്കറ്റ് നിരക്ക്. ഇന്ത്യൻ കറൻസിയിലേക്ക് മാറ്റുമ്പോൾ ഏകദേശം 2200 രൂപ. ലോകത്തെവിടെയുമില്ലാത്ത നിരക്കായി തോന്നിയേക്കാം. പക്ഷേ ലോകത്തെവിടെയുമില്ലാത്ത കാഴ്ചകളാണ് ഇവിടെ സന്ദർശകർക്കായി ഒരുക്കിയിട്ടുള്ളത്. കൂറ്റൻ ഫ്ലവർ ബൊക്കകൾക്കിടയിലൂടെ നടന്ന് ടിക്കറ്റ് പരിശോധനയും കഴിഞ്ഞ് ഞങ്ങൾ ഗാർഡനകത്തേക്ക് നടന്നു.
ഗഹനമായതെന്തോ സംസാരിച്ചു നിൽക്കുകയാണെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ രണ്ട് കുതിരകളുടെ ശില്പങ്ങളാണ് നമ്മളെ അതിശയിപ്പിക്കാനെന്ന മട്ടിൽ ആദ്യം കാണുന്നത്. പിന്നീട് അങ്ങോട്ട് അതിശയങ്ങളുടെ ഘോഷയാത്ര തന്നെയാണ്. ഈ ലോകത്ത് അസാധ്യമായിട്ടൊന്നും തന്നെയില്ല എന്നത് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്ന തരത്തിലാണ് ഇവിടുത്തെ കാഴ്ചകൾ. 72,000 സ്ക്വയർ മീറ്ററിൽ, അതായത് 7,80,000 സ്ക്വയർ ഫീറ്റിൽ ഒരുക്കിയിട്ടുള്ള ഈ ഉദ്യാനം ലോകത്തിന് തുറന്നുകൊടുത്തത് 2013 വാലന്റൈൻസ് ദിനത്തിലാണ്. വിവിധ തരത്തിലുള്ള 50 മില്യൺ പുഷ്പങ്ങളും 250 മില്യൺ ചെടികളും നിരവധി ശില്പങ്ങളും ഫൗണ്ടനുകളും മറ്റുമായി ഈ ഉദ്യാനം നിറങ്ങളുടെ വിസ്മയമായി നിലകൊള്ളുന്നു. സൂര്യകാന്തി പൂക്കളുടെ പല നിരകൾ തന്നെ ഇവിടെയുണ്ട്. ഗിന്നസ് ബുക്കിൽ ഇടം പിടിച്ച പലതും ഇവിടെയാണ്. 2013 ലോകത്തിലെ ഏറ്റവും വലിയ വെർട്ടിക്കൽ ഗാർഡൻ എന്ന സ്ഥാനം ഈ പൂന്തോട്ടത്തിനാണ്. ഈ ചെടികൾ വെറുതെ പൂത്തു നിൽക്കുകയല്ല. മാനായും മയിലായും ആനയായും കുതിരകളായും പൂക്കൂടകളായും നൃത്തം ചെയ്യുന്ന സുന്ദരികളായും കൊട്ടാരങ്ങളായും കോട്ടകളായും മറ്റു നിരവധി ശില്പരൂപങ്ങളായും പൂക്കൾക്ക് രൂപാന്തരം സംഭവിച്ചിരിക്കുന്നു. ഈ ഗാർഡനിലെ ഒരു ഉയർന്ന പ്ലാറ്റ്ഫോമിലേക്ക് ഞങ്ങൾ കയറി. ഇവിടുന്ന് നോക്കിയാൽ ഗാർഡന്റെ വിശാലമായൊരു പ്രദേശം മുഴുവൻ കാണാം. ഇത് 360 ഡിഗ്രിയിൽ ലാൻഡ്സ്കേപ്പ് മുഴുവൻ ഷൂട്ട് ചെയ്യാനുള്ള സംവിധാനം. 20 ദിർഹംസാണ് ചാർജ്. ഇവിടെ നിന്നുള്ള ദൂരക്കാഴ്ചകളാണ് ഇനി. ഒരു പ്രദേശം മുഴുവൻ വിവിധ തരത്തിലുള്ള പൂക്കൾ അടുക്കും ചിട്ടയോടും കൂടി ക്രമീകരിച്ചിരിക്കുന്നു. ദുബായ് എമിറേറ്റ്സിൻ്റെ എയർബസ് 380 എന്ന ഫ്ലൈറ്റിൻ്റെ രൂപമാണിത്. ഇതും ഗിന്നസ് ബുക്കിൽ ഇടം പിടിച്ചിട്ടുണ്ട്, ലോകത്തിലെ ഏറ്റവും വലിയ ഫ്ലവർ സ്ട്രക്ചർ എന്ന നിലയിൽ. ഞങ്ങൾ താഴെ ഇറങ്ങി നടപ്പാതയിലൂടെ മുന്നോട്ട് നടന്നു. ഇരുവശങ്ങളിലും വിവിധ ആകൃതിയിലുള്ള പൂക്കൂടകളും പൂക്കൾ കൊണ്ടുള്ള കമാനങ്ങളും, ഹാർട്ട് ഷേപ്പിലുള്ള നിരവധി കമാനങ്ങൾ. ഇടയ്ക്ക് വിശ്രമിക്കാനും ഭക്ഷണം കഴിക്കാനുമുള്ള സംവിധാനങ്ങളും. നടപ്പാതകളെല്ലാം ഏറ്റവും വൃത്തിയായും മനോഹരമായും സംരക്ഷിച്ചിരിക്കുന്നു. വിശദീകരണങ്ങൾ ആവശ്യമില്ലാത്ത കാഴ്ചകളാണ് ഏറെയും.
ഇതൊരു കൃത്രിമ തടാകം. തടാകക്കരയിൽ ചെറിയൊരു കൊട്ടാരം. കൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവിൽ നിന്നും താഴേക്ക് പതിക്കുന്ന ജലധാര. ഇതൊരു അംബ്രല്ല ടണൽ ആണ്. പല വർണ്ണത്തിലുള്ള കുടകൾ മുകളിൽ നിരത്തി വച്ചിരിക്കുന്നു. വിശ്രമിക്കാനുള്ള സൗകര്യങ്ങൾ ഇവിടെയുമുണ്ട്. മൂന്ന് കൂറ്റൻ പൽചക്രങ്ങൾ. കറങ്ങുന്നത് യാന്ത്രികമായിട്ടാണെങ്കിലും വെള്ളം പതിക്കുന്നതിൻ്റെ ശക്തിയാലാണെന്ന് തോന്നുന്ന വിധത്തിൽ സജ്ജീകരിച്ചിരിക്കുന്നു. സഞ്ചാരികൾക്കായി ബാറ്ററി കാറുകളും ലഭ്യമാണ്. ഒരു ഡാൻസിംഗ് ഫ്ലോറിനെ അനുസ്മരിപ്പിക്കുന്ന നിർമ്മാണമാണിത്. പൂപ്പുടവയൊടുത്ത് നൃത്തം ചെയ്യുന്ന നർത്തകികൾ. കാണികൾക്കിരിക്കാനെന്ന മട്ടിൽ ഗാലറി. ഒക്ടോബർ മുതൽ ഏപ്രിൽ വരെയുള്ള 7 മാസങ്ങളിലാണ് ഇത് സന്ദർശകർക്കായി തുറന്നുകൊടുക്കുന്നത്. ജലസേചനവും മറ്റ് പരിപാലനങ്ങളുമെല്ലാം രാത്രി 9 മണിക്ക് ശേഷമാണ്. ദുബായ് മുനിസിപ്പാലിറ്റിയിലെ വേസ്റ്റ് വാട്ടർ ശുദ്ധീകരിച്ചാണ് ഇതിനുപയോഗിക്കുന്നത്. ഏകദേശം 7,57,000 ലിറ്റർ വെള്ളം ഓരോ ദിവസവും ഇതിനാവശ്യമാണ്. 2018 വാൾട്ട് ഡിസ്നി കമ്പനിയുമായി ഉണ്ടാക്കിയ കരാർ പ്രകാരം നിർമ്മിച്ച 59 അടി ഉയരമുള്ള ടോപ്പിയറി ആണിത്. ലോകത്തിലെ ഏറ്റവും വലിയ ടോപ്പിയറി എന്ന നിലയ്ക്ക് ഇത് ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ ഇടം പിടിച്ചിട്ടുണ്ട്. മിന്നി മൗസ്, ഗൂഫി, പ്ലൂട്ടോ, ഡെയ്സി ഡക്ക്, ഡൊണാൾഡ് ഡക്ക് തുടങ്ങി കാർട്ടൂൺ കഥാപാത്രങ്ങളും ഇവിടെ ഇടം പിടിച്ചിട്ടുണ്ട്. ഇത് പെൻഗ്വിനുകളുടെ ടോപ്പിയറിയാണ്. വൃക്ഷങ്ങളും കുറ്റിച്ചെടികളും ശില്പങ്ങളാക്കി വെട്ടിയെടുക്കുന്ന കലാരൂപമാണ് ടോപ്പിയറി.
പലയിടത്തായി നിരവധി സോവനീർ കടകളും റിഫ്രഷ്മെൻറ്റ് സ്റ്റോളുകളും ഉണ്ട് ഇവിടെ. നേരം ഏതാണ്ട് ഉച്ച കഴിഞ്ഞിരിക്കുന്നു. ഭക്ഷണശേഷം ദുബായ് ഗ്ലോബൽ വില്ലേജ് കൂടി ഇന്നു തന്നെ സന്ദർശിക്കേണ്ടതുള്ളതുകൊണ്ട് പുഷ്പങ്ങളാൽ ഒരുക്കപ്പെട്ട വർണ്ണക്കാഴ്ചകളോട് മനമില്ലാ മനസ്സോടെ വിട പറഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് നടന്നു.